ഇതിൽ നമുക്കൊരു സ്പ്രിംഗ് സസ്പെൻഷൻ കാര്യങ്ങൾ വരുമ്പോൾ ബൊലീറോയിൽ നമുക്ക് ലീഫാണ് വരുന്നത്. കുറച്ചുകൂടി ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും ഭയങ്കര ഓഫ് റോഡ് കാര്യങ്ങൾ ടെറൈൻ അത്രയും മോശമുള്ള സ്ഥലത്ത് കൂടെയൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാനാണ് നമുക്ക് ബൊലീറോ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ കൂടുതൽ നിങ്ങൾക്ക് ഹൈവേ റൺ ആണ്, ഒരു ഫാമിലി യൂസ് ആണ്. ഫുൾ ഓപ്ഷൻ N11 ആണെങ്കിൽ പോലും ബൊലീറോ നിയോയുടെ ഏറ്റവും കൂടുതൽ വില വരുന്ന വാഹനം N10 ഓപ്ഷനിലാണ്. ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 12,80,000 രൂപ വരും. പക്ഷേ ഇങ്ങനെ നിന്ന് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ടാണ് മുഖത്തിൻ്റെ ഇതിലൂടെ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഒരെണ്ണം കോൺക്രീറ്റ് ഗ്രേ എന്നാണ് ഒരു കളറിൻ്റെ പേര്, മറ്റേ കളറിൻ്റെ പേര് ജീൻസ് ബ്ലൂ എന്നാണ്. അങ്ങനെ പുതിയ 2 കളേഴ്സ് വന്നിട്ട് ഈ പുതിയ 2 കളറിലും ഡ്യുവൽ ടോൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രധാന കൺഫ്യൂഷനാണ് ബൊലീറോ നിയോ എടുക്കണോ ബൊലീറോ എടുക്കണോ എന്നുള്ളത്. രണ്ടും ഏകദേശം ഒരേ വിലയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ ബൊലീറോ നിയോയുടെ ഏറ്റവും പുതിയൊരു വേരിയൻ്റ് ആണ്. അതുപോലെ നമുക്ക് ബൊലീറോയും പുതിയ മോഡൽ വന്നിട്ടുണ്ട്. പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ സബ് 4 മീറ്റർ ആണ്, അതായത് 4 മീറ്ററിന്റെ അകത്ത് നീളം വരുന്ന ഒരു SUV ആണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ബൊലീറോയും ബൊലീറോ നിയോയിനാണ് ഈ ഒരു സെഗ്മെന്റിൽ SUV എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പറ്റുക. കാരണം 2 ബോഡി ഓൺ ഫ്രെയിം വരുന്നതും റിയർ വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങളുമാണ് എന്നുള്ളതാണ്. നമ്മൾ സെഗ്മെന്റിന്റെ കാര്യം പറയും. മറ്റുള്ള വാഹനം എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയിൽ തന്നെ നമുക്ക് 3X വരുന്നുണ്ട്, ബ്രസ വരുന്നുണ്ട്, നെക്സോൺ വരുന്നുണ്ട്, സോണറ്റ്. ആ ഒരു സെഗ്മെന്റിലാണ് നമുക്ക് ഈ 2 വാഹനങ്ങളും മത്സരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കൊരു ചോയ്സ് തിരഞ്ഞെടുക്കേണ്ടത്. 2 ഡീസലിലും അവൈലബിൾ ആണ്. മറ്റുള്ള വാഹനങ്ങളിലൊക്കെ കൂടുതലും പെട്രോൾ വേരിയൻസ് ആണ് അഫോർഡബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയോ വില ആരംഭിക്കുന്നത് 10,17,000 രൂപയിലാണ്. ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ്. പഴയ ബൊലീറോ നിയോ നമുക്ക് 4 വേരിയന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വേരിയന്റ് കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. N10 ഓപ്ഷനിലായിരുന്നു ഫുൾ ഓപ്ഷൻ. ഇപ്പോൾ N11 എന്ന് പറഞ്ഞൊരു വേരിയന്റ് കൂടി ആഡ് ചെയ്തിട്ടും ഉണ്ട് എന്നുള്ളതാണ്. 12,80,000 ഏറ്റവും ടോപ്പ് എൻഡിന്റെ വിലയും വരുന്നത്. അതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതുപോലെ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്, അതിനും ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാൻ. ആദ്യം തന്നെ ചേഞ്ചസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് മൊത്തത്തിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പുതിയ മോഡലാണ്, ഫേസ് ലിഫ്റ്റഡ് വേരിയന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ മുൻവശം മാറ്റിയെടുക്കുന്നത്. അതിലെ ഒരു ക്രോം ടച്ച് കാര്യങ്ങളൊക്കെ കാണാം. അത് പക്ഷേ ബേസ് വേരിയന്റ് ലോവർ വേരിയന്റ് എടുക്കുന്നവർക്ക് ഉണ്ടാവില്ല. അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്രോമൊക്കെ ആയിട്ടുള്ള ഒരു റിച്ച് ഫീൽ ഉള്ള ഒരു ഫ്രണ്ട് കിട്ടുന്നതെന്ന് പറയാം. പിന്നെ ചേഞ്ച് വരുന്നത് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റിലാണ്. നമുക്ക് ഇതിലിപ്പോൾ ഇന്റഗ്രേറ്റർ ആയിട്ട് LED DRLs കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് 3ാമത്തെ വേരിയന്റ് മുതൽ അങ്ങോട്ട്, 3ാമത്തെ വേരിയന്റ് എന്ന് പറയുമ്പോൾ N10 ഓപ്ഷനിൽ N11 ഇതാണ് 3 ടോപ്പിലെ വേരിയന്റ്. അതിന് താഴെ 2 വേരിയന്റ് N4ഉം N8ഉം ആണ് കേട്ടോ. അപ്പോൾ ടോപ്പിൽ 3 വേരിയന്റിലാണ് ഇത്തരത്തിൽ ഇന്റഗ്രേറ്റർ അല്ല DRL വരുന്നത്. അതുപോലെ ഫോഗ് ലാമ്പ് കാണാം, അത് നമുക്ക് ടോപ്പിലെ 3 വേരിയന്റിൽ മാത്രമേ ലഭിക്കുള്ളൂ. ബമ്പറിലൊക്കെ ഒരു ഡ്യുവൽ ടോൺ കൊടുത്തൊരു ഗ്രേ ഫിനിഷ് കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ മുൻവശം കാണുമ്പോൾ ഒരു റിച്ച് ഫീൽ, അതായത് SUV ഫീലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി പ്രധാന ചോദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബൊലീറോ വേണോ ബൊലീറോ നിയോ വേണോ എന്നുള്ളതാണ്. കാരണം ബഡ്ജറ്റ് സെയിം ആണ്, എഞ്ചിൻ സെയിം ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ് വരുന്നത്. മഹീന്ദ്ര എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വാഹനങ്ങളാണ് രണ്ടും. അപ്പോൾ അതിനുള്ള ചേഞ്ച് നമുക്ക് ഈ ഭാഗത്ത് തുടങ്ങുന്നതെന്ന് പറയാം. പ്രധാനമായിട്ട് നമുക്ക് വീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണുന്നത് 215/75 പ്രൊഫൈലുള്ള 15 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് കാണുന്നത്. ഇതാണ് നമുക്ക് ആദ്യത്തെ 4 വേരിയന്റിലും കിട്ടുക. ടോപ്പിലേക്ക് പോകുമ്പോൾ മാത്രം നമുക്ക് 16 ഇഞ്ച് വീൽ സൈസ് ആവുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒരു കളർ മാറുന്നുണ്ട്. ഇതിപ്പോൾ സിൽവർ ആണെങ്കിൽ അലോയ് നമുക്ക് മാറി ഒരു ഡുവൽ ടോൺ അലോയ് ആയി മാറുന്നുണ്ട്. അതും ടോപ്പിലെ 3 വേരിയന്റിലേക്കാണ് കേട്ടോ ഈ ഒരു മാറ്റങ്ങൾ, അലോയ്സ് ഒക്കെ ലഭിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ 2 വേരിയന്റ് നമുക്ക് സ്റ്റീൽ വീൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിനകത്ത് സസ്പെൻഷൻ ആണ്. നമുക്കൊരു സ്പ്രിംഗ് സസ്പെൻഷൻ കാര്യങ്ങൾ വരുമ്പോൾ ബൊലീറോയിൽ നമുക്ക് ലീഫാണ് വരുന്നത്. കുറച്ചുകൂടി ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും ഭയങ്കര ഓഫ് റോഡ് കാര്യങ്ങൾ ടെറൈൻ അത്രയും മോശമുള്ള സ്ഥലത്ത് കൂടെയൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാനാണ് നമുക്ക് ബൊലീറോ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ കൂടുതൽ നിങ്ങൾക്ക് ഹൈവേ റൺ ആണ്, ഒരു ഫാമിലി യൂസ് ആണ്. വല്ലപ്പോഴും ഓഫ് റോഡും അല്ലെങ്കിൽ മോശം ടെറൈനിലും പോവുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും അടിപൊളി ബൊലീറോ നിയോ എടുക്കലാവുന്നത്. മെയിനായിട്ട് വ്യത്യാസം ഇതിൻ്റെ റേറ്റ് ക്വാളിറ്റിയിലാണ് എന്നുള്ളതാണ്. യാത്രാസുഖം നിങ്ങൾ 2-ൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ പ്രധാന ടയർ സൈസിൽ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഫെൻഡറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഹാലജനാണ് കേട്ടോ, LED കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഡുവൽ ടോൺ ORM എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ് കാണുന്നത്. അപ്പോൾ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷ് കാണാൻ സാധിക്കും. അത് സ്റ്റാൻഡേർഡ് ആണ്, കാരണം ഇതിൻ്റെ ഒരു ഫ്രെയിമാണ് നമുക്ക് ഡുവൽ ടോൺ എന്ന് അവർ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ബൊലീറോ നിയോയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് ഈ കാണുന്നത്. അത് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ എല്ലാ വേരിയന്റിലും അത് കാണും എന്നുള്ളതാണ്. അതിൽ ഒരു അഡ്വാൻറ്റേജ് കൂടി ബ്രാൻഡിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഡോർ ഹാൻഡിൽ അവർക്ക് ഒരു നോർമൽ ബ്ലാക്ക് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഏത് കളർ വാഹനം എടുത്താലും നിങ്ങൾക്ക് ഇതിപ്പോൾ ഫുൾ ഓപ്ഷനാണ് കാണുന്നത്. നമുക്ക് N10 നമ്മളിപ്പോൾ കാണുന്നത്, അതിൽ തന്നെ നമുക്ക് കണ്ടോ ഡോർ ലിവറൊക്കെ ഒരു നോർമൽ ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാഡിങ് വരുന്നതുകൊണ്ട് അതങ്ങനെ ഒരു മാച്ചായി പോകുന്നുണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ ഇത് ബോഡി കളറൊന്നും അങ്ങനെ വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ബോറായി തോന്നിയാനെ എന്നുള്ളതാണ്. അവിടെ താഴേക്ക് വന്നാൽ ഫുഡ് സ്റ്റെപ്പ് കാണാം. അത് നമുക്ക് ടോപ്പിലെ 3 വേരിയൻ്റ് ഉണ്ടായിരിക്കും. അത്യാവശ്യം ലോഡൊക്കെ കയറാവുന്ന നമുക്ക് യൂസ് ചെയ്യാവുന്ന
ഒരു ടൈപ്പ് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. 200-ന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നത്. കാരണം ഒരു SUV ആണ് ഞാൻ പറഞ്ഞത്, അതും ബോഡി ഓൺ ഫ്രെയിം ആണ് വരുന്നത്. പരുക്കൻ SUV ക്യാരക്ടർ വരുന്നൊരു വാഹനം. യാത്രയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റൈൽ അങ്ങനത്തെ എല്ലാത്തിലും നമുക്ക് ആ ഒരു ഫീല് തന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നുള്ളത്. 50 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇത്രയും ഭാഗം നമുക്ക് ഒരു സെക്കൻഡ് നിങ്ങൾ കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് കാണാം ഒരു 7 സീറ്റർ ആണെങ്കിൽ പോലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കട്ട് പോലെ വന്നിട്ടുണ്ട്. അതായത് സബ് 4 മീറ്റർ ആണെന്ന് ഞാൻ പറയും, 4 മീറ്ററിനകത്ത് നീളം വരുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്കങ്ങനെ ഒരു കട്ട് ചെയ്തൊരു ഫീല് കാര്യങ്ങൾ കിട്ടും. മാത്രമല്ല ഇവിടെ നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ നമ്മൾ വാഹനം ഇറങ്ങിയ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ചെത്തിയെടുത്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തുറക്കുന്ന സമയത്ത് ഈ ഇവിടെ ഗ്യാപ്പ് ഒരുപാട് ഫീൽ ചെയ്യും, മുകളിൽ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ തുറക്കുന്ന സമയത്ത് മുഖത്ത് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയൊരു ചേഞ്ച് ഒന്നുമില്ല ശരിക്കും. ഇങ്ങനെ നിന്ന് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ടാണ് മുഖത്തിൻ്റെ ഇതിലൂടെ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓരോ വേരിയന്റ് വൈസ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത്. ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഹാലജൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ബോൾ മൊത്തം ഹാലജൻ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഡിഫോഗർ ഉണ്ട്, വൈപ്പർ വന്നിട്ടുണ്ട്. ടോപ്പിൽ 3 വേരിയന്റിലാണ് സ്വാഭാവികമായിട്ടും. അതുപോലെ ഒരു ടെയിൽ ഗേറ്റ് മൗണ്ടർ ആയിട്ടുള്ള സ്പെയർ വീൽ വന്നിട്ടുണ്ട്. സെയിം സൈസ് ആണ്, നമുക്ക് ഫുൾ സൈസ് സ്പെയർ വീൽ ലഭിക്കുന്നത്. അതിനൊരു മനോഹരമായിട്ടുള്ള ഒരു കവർ, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു വീൽ കവർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പുതിയ മഹീന്ദ്രയുടെ ലോഗോ ബൊലിയറോ എന്നുള്ള ഇലക്ട്രിക്കും കാര്യങ്ങളൊക്കെ വന്നത് അത്യാവശ്യം ഒരു റിച്ച് ഫീൽ അവിടെ കാണുമ്പോണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതുപോലെ ഒരു റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ നമുക്ക് ടോപ്പിൽ 3 വേരിയന്റിലാണ് ലഭിക്കുക. പിന്നെ വലിയൊരു ഫുഡ് സ്റ്റെപ്പ് ബൊലിയറോനിയോ എന്നുള്ള ബാഡ്ജിങ്, വേരിയന്റ് സൂചിപ്പിക്കുന്ന ബാഡ്ജിങ്, അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ടെയിൽ ഗേറ്റ് നമ്മളൊരു സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് റോ ആക്സസ് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ സൈഡ് ഫേസിങ് സീറ്റുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ്, നമുക്ക് ഒരു 4 മീറ്ററിനകത്തുള്ള വാഹനത്തിലാണ് ഈ ഒരു 7 സീറ്റർ കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ രൂപത്തിലാണ് 6 അടി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുക. സീറ്റ് എന്തായാലും രസമുണ്ട് കേട്ടോ, ഒരു കുഷനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കിത് ഇത്തരത്തിൽ സൈഡിലേക്ക് മടക്കി വെച്ച് ഈ ഒരു ഏരിയ ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിന്റെ ഒരു യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്റ്റീരിയറിലുള്ള ഒരു കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മുടെ ഇന്റീരിയറിൽ ആദ്യം സെക്കൻഡ് റോ നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയറി കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് കേട്ടോ. സീറ്റ് ഒരു രക്ഷയില്ല, അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് നേരത്തെ പുറകിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ടോപ്പിൽ നമുക്ക് ലെതറൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എൻടെന്നെ കാണുന്നത് ഇതൊരു മോക്ക ബ്രൗണിൻ്റെയും ബ്ലാക്കിൻ്റെയും മിക്സ് ആയിട്ടാണ് വരുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കളറും മാറുന്നുണ്ട്. മോക്ക ബ്രൗൺ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, എവിടെ ആർക്കെങ്കിലും അറിയോ? താർ റോക്സിൽ. അതായത് താർ റോക്സ് ആദ്യം വൈറ്റ് കളറിൽ വന്നിട്ട് പിന്നെ ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ മഹീന്ദ്ര കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് മോക്ക ബ്രൗൺ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ബൊലിയറോ നിയോയിൽ ലഭിക്കുന്നത്. നല്ല സുഖം ഇരിക്കാൻ, അത്യാവശ്യം സ്ലാൻഡിങ് ഒക്കെ ഡീസൻ്റ് ആണ്. അതായത് തേർഡ് റോയിൽ സ്പേസ് കൂട്ടണം എന്ന് വെച്ചിട്ട് ഇവിടെ ഒരുപാട് കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല തടിയുള്ള കുഷനിങ് കാര്യങ്ങളൊക്കെ സീറ്റുകളും കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനൊരു ലേക്ക് കൊടുക്കുകയാണിത് ഈ രൂപത്തിൽ. അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്, നീ റൂം ഉണ്ട്, ഷോൾഡർ റൂം, 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ കുറവ് എന്താ വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സൊന്നും നമുക്ക് പറയാനില്ല. റിയർ AC വെൻ്റ് ഇല്ല. അതുപോലെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ എടുത്ത് പറയത്തക്ക രൂപത്തിൽ പുറത്തേക്ക് ബാക്കിലേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്, അതും ടോപ്പിലെ 3 വേരിയന്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. താഴെയുള്ള 2 വേരിയന്റിൽ നമുക്കത് ഉണ്ടായിരിക്കില്ല. അത്രയൊക്കെയാണ്. മാപ്പ് ലാമ്പ് ഏറ്റവും പുറകിലേക്കായിട്ടൊരു ഹാലജൻ മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയത്തൊക്കെ ഒന്നും വരുന്നില്ല. ചൈൽഡ് സീറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉണ്ട്, അതും ടോപ്പിലെ 3 വേരിയന്റിലേക്ക് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയൊക്കെയാണ്. ഒരു ട്രാവൽ ചെയ്യാനുള്ളൊരു സാധനം എന്നപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നല്ല ഉയരത്തിലിരുന്ന് നൈസായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി മുൻവശത്താണ് കുറേ ഫീച്ചേഴ്സ് പറയാനുള്ളത്. ഇതാണ് ബൊലിയറോനിയോയുടെ കീ വന്നിട്ടുള്ളത്. ഒരുപാട് മഹീന്ദ്ര വാഹനങ്ങൾ നമ്മൾ കാണുന്ന സെയിം കീ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. സെൻട്രൽ ലോക്കിംഗ് ഒക്കെ എല്ലാ വേരിയന്റിലും ഉണ്ട്. പവർ വിൻഡോയും നമുക്ക് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണില്ല കേട്ടോ, കാരണം കൺട്രോൾസ് മൊത്തം ഡാഷ്ബോർഡിലും ഉള്ളിലേക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ എടുത്തു പറയത്തക്ക രൂപത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ് മൊത്തം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ORMൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ആണ്. ഫോൾഡിങ് ഒരു വേരിയന്റിലും ഇല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ടോപ്പിൽ 3 വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവലർ കാണാം, എക്കോ മോഡ്, ഡീഫോഗർ. ഇത് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതായത് വണ്ടി ന്യൂട്രൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആവില്ലേ, ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ടോപ്പിൽ 3 വേരിയന്റിൽ, അതായത് ഒരുവിധം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ടോപ്പിൽ 3 വേരിയന്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മൂവ്മെൻറ്റേ ഉള്ളൂ, പക്ഷെ എന്നാലും
കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയാം. ഇനി സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഓടിക്കുന്ന ഒരു വലിയ വണ്ടിയാണെന്നുള്ളൊരു ഫീല് നമുക്ക് തരും എന്നുള്ളതാണ്. അത്യാവശ്യം ആ ഒരു പുതിയ മഹീന്ദ്രയുടെ ലോഗോ കാര്യങ്ങൾ വന്നിട്ട് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഒക്കെ നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഡിയോയുടെ. കാരണം രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്കൊരു മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട് എന്നുള്ളതാണ്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അത് ടോപ്പിൽ 3 വേരിയൻറ്റിലാണ്. N10, N10 ഓപ്ഷനിൽ N11, ഇതാണ് ടോപ്പിൽ 3 വേരിയൻറ്റ്. അതിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഫോൾഡബിൾ കീ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒന്ന് MID ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതെ സ്റ്റിയറിംഗിൽ നോക്കാം. ഒരു ട്വിൻ പോഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയാം. എനിക്ക് ഈ ഒരു ടൈപ്പ് സാധനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടാത്തതാണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതായത് അനലോഗായിട്ട് ആ മീറ്റർ കയറുന്നത്, നമ്മൾ സ്പീഡ് കയറുന്നത് കാണാൻ, RPM കയറുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് ബൊലീറോയിൽ മിസ്സിംഗ് ആണെന്ന് പറയാം. ബൊലീറോയിൽ ഫുൾ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത്. അതിന് സെൻട്രലായിട്ട് MID കാണാൻ സാധിക്കും. അതിൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻസ് അതൊക്കെ ആക്സസ് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം, ട്രിപ്പ്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ടയർ പ്രഷർ മോണിറ്ററിങ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇവിടെയാണ്. അതിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗിലുള്ളത് ഓഡിയോയുടെ കൺട്രോൾസും നമുക്കൊരു ക്രൂയിസ് കൺട്രോൾ മാത്രമാണ്. പിന്നെ ഈ ഒരു ഗാർണിഷ് ഉണ്ടല്ലോ, മൊത്തം ബ്ലാക്കിൽ ഒരു ഗ്രേ ഫിനിഷൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ട് ഇതൊക്കെ ടോപ്പിൽ 3 വേരിയൻറ്റിലേക്ക് മാത്രം ലഭിക്കുന്ന ഫീച്ചേഴ്സാണ്. മൊത്തം ഒരു ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡുവൽ ടോൺ ആക്കി മാറ്റിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു മോക്ക ബ്രൗണും മുകളിൽ ബ്ലാക്കും അത്തരത്തിലുള്ള ഒരു ഡിസൈനിലേക്ക് അല്ലെങ്കിൽ കളർ തീമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. AC വെൻ്റ് ഹൈ മൗണ്ടായിട്ട് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ 9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കാണാൻ സാധിക്കും. 7 ഇഞ്ചിൻ്റെ ആയിരുന്നു ആദ്യം ലഭിച്ചിരുന്നത്, ഇപ്പോൾ അത് 9 ഇഞ്ചിൻ്റെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ബേസിക് സാധനം തന്നെയാണ്, നമുക്ക് അടിപൊളി എന്നൊന്നും പറയാനില്ല. ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ വെച്ച് മറ്റുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനം. അതിൽ നമുക്ക് ഒരു റിയർ വ്യൂ ക്യാമറ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടച്ച് സ്ക്രീന്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹസാർഡ് ലാമ്പ് കാണാം, ക്ലൈമറ്റ് കൺട്രോൾ കാണാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്, ഫുൾ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുക. അവിടെ താഴേക്ക് വന്നാൽ 15 വാട്ടിൻ്റെ ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടോപ്പിൽ 3 വേരിയൻറ്റിലേ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു USB പവർ ഔട്ട്ലെറ്റ്, 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് എന്നിവയാണ് നമുക്ക് ലഭിക്കുക. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഗിയർ ലിവർ കാണാം. പവർ വിൻഡോയുടെ കൺട്രോളൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത്. പവർ വിൻഡോ ഒക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്ന ഫീച്ചറാണ്. പിന്നെയൊക്കെ കോയിനും കാര്യങ്ങളും ഫോൺ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന രൂപത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജ് ഏരിയകളുണ്ട്. ഡ്രൈവർക്ക് പാസഞ്ചർക്കും ആം റെസ്റ്റുകൾ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞ് ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. IRM മാനുവലി അഡ്ജസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാപ്പ് ലാമ്പ് ഹാലജൻ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിറർ നമുക്ക് ഡ്രൈവർ സൈഡ് ഇല്ല, പാസഞ്ചർ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്കൊരു ടോളർ സീറ്റ് ഹോൾഡർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാന ഫീച്ചേഴ്സ് ബൊലീറോ നിയോയിൽ പറയാനുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ്, ABS, CBD, അത്തരത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ടയർ പ്രഷർ മോണിറ്ററിങ്, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ എഞ്ചിൻ നോക്കുക. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഞാൻ പുതിയ 2 കളർ വന്നതിൽ ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. പുതിയ 2 കളേഴ്സിൻ്റെ പേര് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവരുടെ ഒരു ബ്ലാക്ക്, സ്റ്റിൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൽ ഡയമണ്ട്, വൈറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പുതിയ 2 കളേഴ്സിൻ്റെ പേര് എനിക്ക് ഇൻട്രസ്റ്റ് ആയത് തോന്നി. ഒരെണ്ണം കോൺക്രീറ്റ് ഗ്രേ എന്നാണ് ഒരു കളറിൻ്റെ പേര്, മറ്റേ കളറിൻ്റെ പേര് ജീൻസ് ബ്ലൂ എന്നാണ്. അങ്ങനെ പുതിയ 2 കളേഴ്സ് വന്നിട്ട് ഈ പുതിയ 2 കളറിലും ഡുവൽ ടോൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അതായത് നമുക്ക് നമ്മുടെ താറ് റിയർ വീൽ ഡ്രൈവ് വരുന്നില്ലേ, അതിൽ വരുന്ന സെയിം എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബൊലീറോയിലും ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ ട്യൂണിങ് മാറ്റേണ്ടത്. നമുക്ക് ബൊലീറോ നിയോയിലേക്ക് വരുന്ന സമയത്ത് 100 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് ബൊലീറോയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 79 PS ആയിട്ട് ട്യൂണിങ്ങിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ട്, അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഹൈവേ റണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഹൈവേയിലൊക്കെ അത്യാവശ്യം ടോപ്പൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു 120 അങ്ങനെ ക്രൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം ബൊലീറോ നിയോ ആയിരിക്കും. പവർ ഉണ്ട്, അതിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ അതിനനുസരിച്ച് നമുക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ N10 ഓപ്ഷൻ എന്നുള്ളൊരു വാഹനത്തിൽ നമുക്ക് MTT എന്ന് പറയുന്ന ഒരു മൾട്ടി ടെറൈൻ മോഡിൻ്റെ ഒരു ഫീച്ചർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള റോഡിലൊക്കെ മോശം റോഡിൽ പോകുന്ന സമയത്ത് റിയർ വീൽ ഡ്രൈവ് ആണ് വാഹനം, പക്ഷേ ഇലക്ട്രിക്കലി അതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ടയർ ഇങ്ങനെ വീൽ സ്പിൻ ചെയ്തിട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വാഹനം സ്വയം മനസ്സിലാക്കി ആ കറങ്ങുന്ന വീലത്തെ പവർ കൂടി നമ്മൾ ഗ്രിപ്പുള്ള വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൂടുതൽ ഗ്രിപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്ത് നമ്മളെ പോകാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ N10 ഓപ്ഷനിലാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഓപ്ഷൻ N11 ആണെങ്കിൽ പോലും ബൊലീറോ നിയോയുടെ ഏറ്റവും കൂടുതൽ വില വരുന്ന വാഹനം
N10 ഓപ്ഷനിലാണ് ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ളത്. 12,80,000 രൂപ വരും. പക്ഷേ നമുക്ക് N11ലേക്ക് വന്നാൽ അത്ര തന്നെ പ്രൈസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വണ്ടിൻ്റെ പ്രൈസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിലൊന്ന് വിളിച്ചോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വയലാട്ട് മഹീന്ദ്രയിലാണ്. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് പഴയ ഇതിപ്പോൾ പുതിയ ജനറേഷൻ വാഹനമാണല്ലോ, പഴയ ജനറേഷൻ ബൊലീറോ നിയോയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 വരെയുള്ള ഡിസ്കൗണ്ടുകളും അവരിപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാം, താഴെ കൊടുത്ത നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ബൊലീറോ ആണോ ബൊലീറോ നിയോ ആണോ നിങ്ങളുടെ ചോയ്സ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിൻ്റെ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.